നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സി MLS ചേക്കേറിയതിന് ശേഷം MLS യൂറോപ്പിൽ നിന്ന് വമ്പൻ താരങ്ങളുടെ ഒരു ഒഴുക്ക്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് കാസമിറോയിലൂടെയാണ്. അതും എങ്ങനെ വൺ മോർ ഇയർ കാസമിറോ എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ ചാൻറ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടില്ലേ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം. എന്നിട്ടും മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം MLS ചേക്കേറണമെങ്കിൽ അവിടെ ഒരാളുണ്ട്. സാക്ഷാൽ ലിയോ മെസ്സി ഉണ്ട്. മെസ്സിക്കൊപ്പം കളിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്. മെസ്സിക്കൊപ്പവും മെസ്സിക്കെതിരായും ഒക്കെ കളിക്കാനായിട്ട് മെസ്സി MLS ചേക്കേറിയതിനു ശേഷം യൂറോപ്പിൽ നിന്നൊഴുകിയ സൂപ്പർ താരങ്ങളുടെ കണക്കും നമ്മൾ നോക്കുകയാണ്. മെസ്സി പോയതിനു ശേഷം മെസ്സിക്കൊപ്പം തന്നെയാണ് ജോഡി ആൽബയും സെർജിയോ ബോസ്കറ്റ്സും അങ്ങോട്ടേക്ക് എത്തുന്ന ഇന്റർ മയാമിയിലേക്ക്. പിന്നാലെ ലൂയിസ് സുവാരസ് എത്തുന്നു. ഇത് നമ്മൾ കണ്ടു 2023. അതുപോലെ മറ്റ് ക്ലബ്ബുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കോ റൂയിസ് എത്തി 2024 അത്. ഹ്യൂമിൻസൺ ടോട്ടനാം ഹോട്ട്സ്പർ വിട്ട് 2025 MLS പോകുന്നത്. തോമസ് മുള്ളർ 2025 എത്തുന്നു. റോദ്രിഗോ ഡീബോൾ MLS ഇന്റർ മയാമിയിലേക്ക് 2025 ആൻറ്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നു. ആൻറ്റോയിൻ ഗ്രീസ്മാൻ 2026 എത്തുന്നത്. റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണ വിട്ട് ഇപ്പോൾ ചിക്കാഗോ ഫയറിലേക്ക് ജോയിൻ ചെയ്തു. കാസമിറോ റയൽ മാഡ്രിഡിൽ നിന്ന് വമ്പൻ പ്രകടനമൊക്കെ നടത്തി യുണൈറ്റഡിലേക്ക് പോയി. യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് എത്തുന്നു. ഇപ്പം അദ്ദേഹം അവിടെ അരങ്ങേറ്റവും കുറിച്ചു. ഇങ്ങനെ ഫുട്ബോൾ ലോകത്തെ എണ്ണം പറഞ്ഞ താരങ്ങൾ, യൂറോപ്യൻ ഫുട്ബോളിൽ എണ്ണം പറഞ്ഞ താരങ്ങളാണ് മെസ്സിക്ക് പിന്നാലെ MLS ജോയിൻ ചെയ്തത്. ഇതാണ് റിയൽ ഗോട്ട് എഫക്റ്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.